ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഹാപ്പിയുള്ള ദിവസമാണ്. ആ സന്തോഷത്തിന്റെ കാരണം എന്നാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിടുമേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിടുമേ. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആകാശമോ തന്റെ സിംഹാസനം, ഈ ഭൂമിയോ തന്റെ പാദപീഠം. ആ ദൈവം എത്ര ഉന്നതനാണേ, എന്റെ യേശു എത്ര ഉന്നതനാണേ. ആ ദൈവം എത്ര ഉന്നതനാണേ, എന്റെ യേശു എത്ര ഉന്നതനാണേ. എല്ലാറ്റിനും നീതേ യേശു വലിയവനാം, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാം. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിടുമേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിടുമേ. അപ്പൊ എന്റെ സന്തോഷം എന്നാന്നറിയണ്ടേ? അതായത് എന്റെ സഹോദരി ഒരു പുതിയ ഭവനം പണിതു. നാളെയാണ് വീടിന്റെ വെഞ്ചിരിപ്പ്. അതിനോടനുബന്ധിച്ച് ആ വെഞ്ചിരിപ്പില് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് വീട് കാണണ്ടേ? അപ്പൊ എന്റെ സന്തോഷത്തിൽ നിങ്ങളേവരും പങ്കുചേരണം. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം കാണുന്നത് വീടിന്റെ മുറ്റവും പരിസരങ്ങളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വീടിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു വലിയ കിണറുണ്ട്. ഇത് റൈറ്റ് സൈഡാണ്. നമുക്ക് കയറി വരാനായിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഉണ്ട്, ഒന്ന് വാഹനം കയറി വരാനുള്ള വഴിയുണ്ട്. നമ്മളിപ്പോ മുറ്റത്തേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശാലമായ മുറ്റമാണ്. ഫ്രണ്ട് പോർഷൻ തന്നെ ഒത്തിരി ഉണ്ട് മുറ്റം. ഇനി നമുക്ക് സൈഡ് ഭാഗത്തേക്ക് പോകാം. ഇത് വീടിന്റെ റൈറ്റ് സൈഡാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്കിടെ പുല്ലെല്ലാം വെട്ടി നിർത്തിയേക്കുവാണ്. ചൂട് കാരണം ശരിക്കും കിളിർത്ത് വന്നിട്ടില്ല.
ഇത് നമ്മുടെ ഈ മതിലിനപ്പുറത്തേക്ക് അത് വേറെ ആളുടെ റബ്ബർ തോട്ടമാണ്. ഇനി ഇതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വശം. ബാക്ക് വശത്തായിട്ട് നമ്മളൊരു ചെറിയ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പയറെല്ലാം പറിച്ച് കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് ചിരക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ആ ചിരക്ക ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വലിയ നീളമുള്ള ചിരക്കയാണ്. ഇതാ കിടക്കുന്നതുണ്ടോ? ചിരക്കയുണ്ട്. പിന്നെ നമുക്ക് പടവലങ്ങയുണ്ട്. പടവലങ്ങ ഒരെണ്ണം ഇതാ കിടക്കുന്നു. പടവലങ്ങ പിന്നെ ബാക്ക് വശത്തായിട്ട് നമുക്കിവിടെ ബാക്കിൽ വന്നിരിക്കാനും എടുക്കാനുമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ബാക്ക് വശത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീടിന്റെ അടുത്ത സൈഡ് വന്നു. ഈ ഒരു ഭാഗം മുഴുവനും ഇവിടെയൊക്കെ പച്ചക്കറി നട്ടിരുന്ന സ്ഥലമാണ്. പച്ചപ്പയറൊക്കെ നട്ടിരുന്നു. അതെല്ലാം പറിച്ച് തീർന്നു. പിന്നെ നമ്മൾ ഇല്ലികള്, ഈ ഒരു ഭാഗം മുഴുവനും ഇല്ലികളാണ്. അങ്ങനെ നമ്മള് വീടിന്റെ ചുറ്റി നമ്മളിപ്പോൾ വീടിന് ഫ്രണ്ടില് എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഞാൻ അകത്തെ കാഴ്ചകള് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാരും വായോ. അപ്പൊ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. വലതുകാല് വെച്ച് കയറാം അല്ലേ? നമ്മള് കയറി വരുമ്പോൾ തന്നെ 4 വശവും വരാന്തയോടുകൂടി ആണ് നമ്മുടെ ഹോള് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 കെട്ടിന്റെ 2 സൈഡിലുമായിട്ട് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീനുകള് രണ്ട് സൈഡിലും ഒരേപോലത്തെ മീനുകളെയാണ് ഇട്ടേക്കണേ. അവരെല്ലാം നല്ല യോജിപ്പുള്ളവരാ. ഒരുമിച്ച് കൂട്ടം കൂടി നടക്കുന്നവരാണ്. പിന്നെ നമ്മുടെ നടുമുറ്റത്തിന്റെ നടുക്കായിട്ട് ഒരു ബോൺസായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് കയറി വന്നു കഴിയുമ്പോൾ
ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് ലിവിംഗ് റൂം. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂമിന്റെ വലതുവശത്തായി ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഹോം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടുമുറ്റത്തിന്റെ ഇടതുവശത്തായിട്ട് ഒരു സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ പിള്ളേര് ബെഡ്ഷീറ്റ് വിരിച്ചോണ്ടിരിക്കുകയാണ്. ഷീറ്റൊന്നും വിരിച്ചു കഴിഞ്ഞില്ല. എല്ലാ ബെഡ്റൂമിലും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബെഡ്റൂമില് കബേർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കബേർഡ് ഞാൻ തുറന്നു കാണിക്കാത്ത എന്നാന്ന് വെച്ചാല് നമ്മൾ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടില്ല. വലിയ കബേർഡാണ്. അടുത്ത ബെഡ്റൂം കാണാം. ഇതാണ് അടുത്ത ബെഡ്റൂം. ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന കുടുംബനാഥയെ കാണണ്ടേ? ഇതാണ് എൻ്റെ ചേച്ചിയുടെ മരുമകള്. എന്താ ചിരി നോക്കിയേ. ഇവിടെയും ഇതുപോലെ തന്നെ കബേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇതും ടോയ്ലറ്റ്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഈ കാണുന്നത് നമ്മൾ ആദ്യം മുറ്റത്ത് നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കി വശത്ത് ഞാനൊരു ഭാഗം കാണിച്ചിരുന്നു. അങ്ങോട്ട് ഇറങ്ങാനുള്ള ഡോറാണ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ അതുപോലെ തന്നെ കബേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടോ അങ്ങനെ തന്നെ എല്ലാ റൂമിലും
നമുക്ക് ഇരിക്കാനോ എന്തെങ്കിലും എഴുതാനോ ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് തന്നെ. ഇനി നമുക്ക് വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കണ ഇടം കാണാം. അടുത്തതായി നമ്മുടെ കിച്ചൺ കാണണ്ടേ. ഇത് ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ നിന്നും നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി 2 കിച്ചൺ ഉണ്ട്. അതിലെ മെയിൻ കിച്ചൺ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇതാണ് അടുത്ത കിച്ചൺ. ഈ കിച്ചണിൽ നിന്നും നേരെ നമ്മള് അടുക്കള വശത്തേക്ക് നമുക്കിതില് ഇറങ്ങാം. ഇനി നമുക്ക് പുറത്തേക്ക് കടക്കാം. ഈ വരാന്തയുടെ ഈ ഭാഗത്തും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസും ഇതു പോരാ. അപ്പൊ നമ്മളെല്ലാവരും വീടുകൾ കണ്ടു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.